നമസ്കാരം കൂട്ടുകാരെ. കമ്പനി ബോർഡ് LGSന്റെ നാലാമത്തെ അഡ്വൈസും നമ്മുടെ PSC സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 22/6/2024 ഡേറ്റ് ചെയ്തിരിക്കുന്ന അഡ്വൈസാണ് നിലവിൽ ഇന്ന് PSC സൈറ്റിൽ അപ്ലോഡായിരിക്കുന്നത്. 173 വേക്കൻസീസിലേക്കുള്ള അഡ്വൈസാണ് നിലവിൽ വന്നിരിക്കുന്നത്. ആ ഒരു അഡ്വൈസിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ വലിയൊരു ആശംസ നേരുകയാണ്. കേരള വാട്ടർ അതോറിറ്റി, KSFE, ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ, അതുപോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, SCST കോർപ്പറേഷൻ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ചില ബോർഡുകളിലേക്കാണ് ഈ ഒരു 173 വേക്കൻസീസിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത്. നിലവിൽ ഏതാണ്ട് ഒരു 101 വേക്കൻസീസ് നിലവിൽ സൈറ്റിൽ കിടപ്പുണ്ട്. അതിൻ്റെ അഡ്വൈസ് ഉടനെ തന്നെ എഴുതി അതിൻ്റെ അഡ്വൈസ് ചാർട്ടും ഉടനെ തന്നെ സൈറ്റിൽ അപ്ലോഡ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ നിലവിലെ 173 വേക്കൻസീസ് ഏതാണ്ട് പെട്ടെന്ന് തന്നെ അഡ്വൈസ് എഴുതി അപ്ലോഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുൻപും കമ്പനി ബോർഡ് LGSന്റെ അഡ്വൈസുകൾ വേഗം തന്നെ എഴുതി വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വേക്കൻസീസും ഇനി റിപ്പോർട്ടാകാൻ പോകുന്ന വേക്കൻസീസും ഒക്കെ വേഗം തന്നെ റിപ്പോർട്ടായി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികൾക്കും ജോലി ലഭിക്കട്ടെ, എത്രയും വേഗം തന്നെ അവർ സർവീസിലേക്ക് കയറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനി ബോർഡ് LGSന്റെ ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കുമ്പോൾ ആ ലിസ്റ്റിൽ വലിയൊരു ലിസ്റ്റ് ഒന്നുമല്ല വന്നത്. ഏതാണ്ട് 3600-700 ആളുകൾ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റാണ് വന്നത്. അതിലും വലിയൊരു ലിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ PSC ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആളുകളെ ഇത്രയും പേരെയാണ് ഉൾപ്പെടുത്തിയത്. ആ ഒരു ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ പരിശ്രമം വലുതാണ്. അവർ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി കഠിന പരിശ്രമം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കൃത്യമായി തന്നെ ഫോളോ അപ്പുകൾ ചെയ്ത് RTI ഒക്കെ സമർപ്പിച്ച് കൃത്യമായി അവർ വർക്ക് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഇത്ര വേഗം തന്നെ PSCയിൽ നിന്നും അഡ്വൈസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതി മറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാതൃകയാക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ജോലിയിലേക്ക് കയറാനായിട്ടൊക്കെ സാധിക്കും എന്ന വസ്തുത ആരും തന്നെ മറന്നു പോകാനായിട്ട് പാടില്ല. അപ്പോൾ ഈ കമ്പനി ബോർഡ് LGSൽ നിലവിൽ ഇനി 101 വേക്കൻസീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ 101 വേക്കൻസീസിൽ എത്ര OC ഒക്കെ ഇനി പോകും എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് നിലവിലെ അഡ്വൈസ് ചാർട്ട് അനുസരിച്ച് ഓരോ കാറ്റഗറി വൈസും എത്രമാത്രം വരെ, എത്ര റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് എന്നൊന്ന് നോക്കിയതിന് ശേഷം ഒരു ഡെമോ ചാർട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതനുസരിച്ച് ഇനി എത്ര വരെയൊക്കെ പോകും എന്ന് നമുക്കൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നിലവിൽ എത്ര വരെയൊക്കെ പോയി എന്നൊന്ന് നോക്കാം. നിലവിലെ അഡ്വൈസ് ചാർട്ട് അനുസരിച്ചിട്ട് OC പോയിരിക്കുന്നത് 1008 വരെയാണ്. 1008 ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ് ആയിരുന്നു. അവർക്കാണ് OCയിൽ നിന്നും അവസാനമായിട്ട് പോയിരിക്കുന്നത്. 1008ാമത്തെ റാങ്കാണ് പോയത്. EWSയിൽ നിന്നും പോയിരിക്കുന്നത് 1036 വരെയാണ്. EBT, ഈഴവ ബല്ലവ തീയ പോയിരിക്കുന്നത് 1006 വരെയും. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ നിന്ന് 1064 വരെയും അഡ്വൈസ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വിശ്വകർമ്മ, അതിൽ നിന്ന് 1112, ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും 3244, മുസ്ലിമിൽ നിന്നും 1725, ധീവരയിൽ നിന്ന് 2272 എന്നിങ്ങനെയാണ് പോയിരിക്കുന്നത്. ഞാനിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3000-ന് മേലെയൊക്കെ നിലവിൽ അഡ്വൈസ് പോയിട്ടുള്ള ചില കാറ്റഗറീസിനെ ഞാൻ തൽക്കാലം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്കൊക്കെ പലതും കയറിപ്പോയിട്ടുണ്ട്. ST ഒക്കെ നേരത്തെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്ക് പോയി. LC ഒക്കെ ഇനി വരുന്ന ആ ഒരു അഡ്വൈസുകളിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറീസിനെ ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
അപ്പോൾ ഈ 173 വേക്കൻസീസിൽ നിന്നും ഈ ഒരു രീതിയിലാണ് നിലവിലെ ഓരോ കാറ്റഗറീസിനും അഡ്വൈസ് പോയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 101 വേക്കൻസീസ് സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതിൽ 100 NJD വേക്കൻസീസ് ബെവ്കോയിൽ നിന്നും റിപ്പോർട്ടായിട്ടുണ്ട്. അത് 18/6/2024 ആ 100 വേക്കൻസീസും റിപ്പോർട്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഫ്രഷ് വേക്കൻസി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും റിപ്പോർട്ടായിട്ടുണ്ട്. അതും അതേ രീതിയിൽ തന്നെ 18/6/2024 റിപ്പോർട്ടായതാണ്. അപ്പോൾ ഈ 101 വേക്കൻസീസിലേക്കാണ് അടുത്തതായിട്ട് അഡ്വൈസ് എഴുതാനായിട്ട് പോകുന്നത്. അതിൻ്റെ അഡ്വൈസ് വർക്കുകളിലേക്ക് കടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. ചിലപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ നിന്നും മറ്റുമൊക്കെ കുറച്ച് വേക്കൻസി കൂടെ റിപ്പോർട്ട് ആവാനായിട്ടുണ്ട്. ബെവ്കോയിൽ നിന്നും കുറച്ച് വേക്കൻസി റിപ്പോർട്ട് ആവാനുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ആ വേക്കൻസീസും കൂടെ റിപ്പോർട്ട് ആയതിനു ശേഷം ചിലപ്പോൾ ഒരുമിച്ച് എഴുതാനായി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ വർക്കുകളിലേക്ക് കടക്കും എന്നാണ് അറിയുന്നത്. കൃത്യമായ ഒരു വിവരം അതിനെക്കുറിച്ച് കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 101 വേക്കൻസീസ് ഇനി കൃത്യമായും സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ വേക്കൻസീസിനെ കുറിച്ചാണ് നമ്മൾ തൽക്കാലം പറയാനായിട്ട് പോകുന്നത്. 101 വേക്കൻസീസിന് ഇനി അഡ്വൈസ് എഴുതുന്ന സമയത്ത് ഓരോ കാറ്റഗറിക്കും എത്രമാത്രം പോകുമെന്ന് നോക്കിയാൽ 1089 വരെ ഏകദേശം OC 1089 അടുത്ത് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് വളരെ കൃത്യമല്ല, കാരണം ഡിലീഷനൊക്കെ കുറേ പോയിട്ടുണ്ടാവും. അതൊന്നും ഇതിലേക്ക് ഞാൻ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എനിക്കില്ലാത്തത് കൊണ്ട് ഏകദേശ കണക്കാണ് പറയുന്നത്. OC ഒരു 1089 വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ EWS 1105 വരെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈഴവ ബല്ലവ തീയ EBT വിഭാഗത്തിൽ നിന്നും 1086 വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ OBC വിഭാഗത്തിൽ നിന്നും 1172 വരെ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്നും 1165 വരെയും SCയിൽ നിന്ന് 3366 വരെയും പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം കാറ്റഗറിയിൽ നിന്നും 1857 വരെ പോകും എന്ന് വിചാരിക്കുന്നു. ധീവര വിഭാഗത്തിൽ നിന്ന് 2456 വരെ പോകുമെന്നാണ് കരുതുന്നത്. ബാക്കിയുള്ള കാറ്റഗറീസിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റിലേക്കൊക്കെ കയറാൻ പോകുന്നതാണ് പലതും. അപ്പോൾ അതൊന്നും ഞാൻ തൽക്കാലം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറീസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആളുകൾ ഇനിയും ധാരാളമായിട്ട് ലിസ്റ്റിൽ കിടപ്പുള്ള കാറ്റഗറീസിനെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു കണക്കനുസരിച്ച്, ഏകദേശം ഊഹമനുസരിച്ച് ഈ 101 ഇത്രയൊക്കെ, ഈ ഓരോ കാറ്റഗറീസിനും ഇത്രയും റാങ്ക് വരെയൊക്കെ അടുത്ത അഡ്വൈസിൽ പോകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയുവാണ്, ഇത് പൂർണ്ണമായും ഇത് കൃത്യമല്ല. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. ആര് ഒരു ഡെമോ ചാർട്ട് ഇട്ടാലും അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. കാരണം PSCയിൽ ധാരാളം റൂളുകളും മറ്റുമൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ചാണ് തീർച്ചയായിട്ടും ഈ ഒരു അഡ്വൈസ് മെമ്മോ തയ്യാറാക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാവും. എന്നാലും ഏകദേശം എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഇത്രയൊക്കെ പോകാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക. കേരള PSCയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.